ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്ത് വിഷമമാണ് വരാൻ പോകുന്ന സമയം വളരെ പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നത്, അതായത് എന്ത് പ്രശ്നമാണ്, എന്ത് വിഷമമാണ് ഭയങ്കരമായിട്ട് നിങ്ങളെ അലട്ടുന്നത്, ആ ഒരു പ്രശ്നം എന്താണോ അത് വളരെ പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിൽ ഭയങ്കരമായിട്ട് ഡിലേ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് ഒട്ടും തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതായത് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും വിചാരിക്കാതെ എവിടുന്നെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനൊരു പ്രശ്നമാണ് നിങ്ങൾക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് നിരന്തരമായിട്ട് ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിലുള്ളതായിട്ട്, അതായത് ഒരു വഴക്ക് അതിനെ ചൊല്ലി എപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ട്, അതൊരിക്കലും അവസാനിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ പ്രശ്നം അവസാനിക്കുന്നു എന്ന് തോന്നുന്നു, ആ സമയം എന്തെങ്കിലും രീതിയിൽ വീണ്ടും വഴക്ക് ഉണ്ടാവുന്നതായിട്ട്, ക്ലേശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സാഹചര്യം നിങ്ങളുടെ. ഈ ഒരു പ്രശ്നം കാരണം ഒത്തിരി നിങ്ങൾക്ക് വഴക്കുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് മറ്റുള്ളവരുമായിട്ട് വഴക്കിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ലെവലിൽ വരെ നിങ്ങൾ ഫേസ് ചെയ്തു ഈ ഒരു മോശം സാഹചര്യം. അതായത് ഒരിക്കലും അവസാനിക്കുന്നില്ല, അതിങ്ങനെ ത്രൂഔട്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. നിങ്ങൾ അവസാനിക്കുമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് കൂടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് ഒരിക്കലും തോന്നുന്നില്ല, പോസിബിളായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക്. പക്ഷേ എന്നാലും നിങ്ങൾ ശ്രമിക്കും. ഒരു യോദ്ധാവെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു ഫൈറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളെയും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനല്ലേ നോക്കത്തുള്ളൂ. അതേപോലെ നിങ്ങളും ശ്രമിക്കുന്നു. നിങ്ങൾ ഒരു സാഹചര്യത്തിലും സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്നു ഈ ഒരു സാഹചര്യങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് ഫേവർ ആക്കാം എന്ന്. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ദൈവമേ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ 3 തൊട്ട് 4 വർഷമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഒരു പരിഹാരം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വഴക്കാകുന്ന ആ ഒരു സ്ഥിതി അത് മാറ്റി നല്ല സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒറ്റ കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി ലോസസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പകരം വീണ്ടും സ്ഥിതികൾ മോശമായിട്ട് ലോസസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മോശം സാഹചര്യം, അനേകം മോശം സാഹചര്യത്തെ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലുള്ള സാഹചര്യമാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള സാഹചര്യം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തു. അതനുസരിച്ച് നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഓടി മറയാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ പിറകെ നിങ്ങളുടെ കൂടെ വന്ന് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രശ്നങ്ങളായിട്ട് മാറി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായി മാറിയപ്പോൾ നിങ്ങളൊരു ഫൈറ്ററായി മാറി. ഇനി എനിക്കിങ്ങനെ ഇതിനെ കണ്ട് പേടിച്ച് ഓടി മറയാൻ പറ്റത്തില്ല, ഞാൻ ഇനി ഇതിനെ ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു നെഗറ്റിവിറ്റി ഉറപ്പായിട്ടും അവസാനിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കൂടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും, അങ്ങനെ ഈ നെഗറ്റിവിറ്റി അവസാനിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ ഒരു നല്ല ഒരു വിഷമം നിങ്ങൾക്ക് ലഭിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആൾക്കാർക്ക് ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്ത ഒരു മുറിവ് ലഭിക്കത്തില്ലേ മനസ്സിൽ, അതേപോലൊരു വിഷമം നിങ്ങൾക്ക് ലഭിച്ചു. കാരണം ഒത്തിരി ലോസസ് നിങ്ങൾക്ക് ലൈഫിൽ ഫേസ് ചെയ്തിട്ടായിട്ട് വന്നു ഈ ഒരു പ്രശ്നം കാരണം. എത്രത്തോളം ഈ ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കൂ, അത്രത്തോളം ഈ പ്രോബ്ലം നിങ്ങളുടെ ലൈഫിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില പ്ലാനിങ് ഉണ്ടായി ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി, പക്ഷെ അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇവിടെ ഈ ഒരു കാര്യത്തെ റിലേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് എന്താണ് നമുക്ക് നോക്കാം. അതായത് ഒരു പ്രശ്നം ഉത്ഭവിക്കുമ്പോൾ അത് എപ്പോൾ അവസാനിക്കണം എന്നുള്ള ദിവസവും ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു ശരിയായൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ആ ഒരു പ്രശ്നം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതാണ്.
ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ദുഃഖത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വർഷമായിട്ട്. ആ വ്യക്തി നിങ്ങളെ എപ്പോഴും വിഷമിച്ച് കാണാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങളെ വിഷമിപ്പിക്കുന്നു ആ വ്യക്തി. എപ്പോഴാണോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങിയത്, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ന്യായം ലഭിക്കണമെന്നുള്ള ഒരു ഡേറ്റും നിർദ്ദേശിച്ചിട്ടുണ്ട് ദൈവം. ആ ഒരു ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഒരു ന്യായം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ്. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ കർമ്മം എപ്പോഴായാലും അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിനി ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഓരോ ആൾക്കാരും എന്ത് കർമ്മമാണോ ചെയ്തത് ആ കർമ്മത്തിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ചില വ്യക്തികൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്, പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയെ കുറേ കാലം ദുഃഖിപ്പിക്കും, എന്നിട്ട് പോയി ചെന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ പുണ്യകർമ്മം ചെയ്യുമ്പോൾ അവർ ചെയ്ത ആ ഒരു കർമ്മം മോശകർമ്മത്തിന് അവർക്ക് ശിക്ഷയൊന്നും ലഭിക്കത്തില്ല എന്നുള്ള രീതിയിലിരിക്കും. അങ്ങനെ ഒന്നുമല്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലം എപ്പോഴായാലും നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ഇവിടെ ആരോട് തെറ്റ് ചെയ്തിട്ടും പോയി ചെന്ന് നല്ല കർമ്മങ്ങൾ ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് ദൈവം മാപ്പ് തരത്തില്ല. ഉറപ്പായിട്ടും നമ്മൾ ചെയ്തത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് പ്രോബ്ലത്തിനോടാണോ ഫൈറ്റ് ചെയ്തത് ആ ഒരു പ്രോബ്ലം അവസാനിക്കാനുള്ള ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ത് വിഷയത്തിനാണോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പരാജയം നേരിടേണ്ടി വന്നത് ആ ഒരു കാര്യം ഉറപ്പായിട്ടും അവസാനിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾക്ക് ഒത്തിരി മനോബലം നഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിച്ചു ഇനി ഈ ഒരു പ്രശ്നം ചിലപ്പോൾ എൻ്റെ ലൈഫിൽ അവസാനിക്കില്ലായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ പ്രശ്നം അവസാനിക്കാത്തത് എന്ന് നിങ്ങൾ തകർന്നു പോയി. കാരണം എത്ര ശ്രമിച്ചിട്ടും അത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടി ഈ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിക്കുന്നതാണ്. ഇതുകൂടെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും ചെയ്യുന്നതാണ്. നിങ്ങൾ അതിനു വേണ്ടി റെഡി ആയിട്ടിരുന്നോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ പ്രോബ്ലം അവസാനിക്കുക തന്നെ ചെയ്യും. ഈ ഒരു പ്രോബ്ലം അവസാനിപ്പിക്കാൻ വേണ്ടി ഏതോ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ സന്തോഷം സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിലെ സന്തോഷം സ്റ്റക്കായിട്ടിരിക്കാൻ കാരണം അതിൽ ആരുടെയോ കണ്ണുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മോശം ദൃഷ്ടിയുണ്ട്. നിങ്ങൾ സന്തോഷിക്കാൻ പാടില്ല എന്ന് ആരോ ആഗ്രഹിക്കുന്നു. അത് കാരണമാണ് അവിടെ നിങ്ങളുടെ സന്തോഷം സ്റ്റക്കായിട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ കാരണം മറ്റൊരാളുടെ ഹൃദയം വേദനിക്കാൻ പാടില്ല. നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യണം. മോശകർമ്മം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പക്ഷി മൃഗങ്ങൾക്ക് പോലും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ആഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഉള്ളതിൽ പങ്ക് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അതായത് നിങ്ങൾക്ക് മക്കളോട് എന്ത് സ്നേഹമാണോ അതേപോലെ തന്നെയാണ് പക്ഷി മൃഗാദികളോടും പ്രത്യേക ഒരു സ്നേഹഭാവം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ നേച്ചറാണ്. നിങ്ങളായിട്ട് മറ്റൊരാളുടെ ഒരു ദുഃഖം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും സഹായിക്കണം എന്നുള്ള മാത്രമാണ് നിങ്ങളുടെ സ്വഭാവം. ഒരു രീതിയിലും മോശകർമ്മം നിങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആൾക്കാർ ഇങ്ങോട്ട് മോശകർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ എനിക്കെന്താ ന്യായം സംഭവിക്കാത്തത് എന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ന്യായമെന്ന് പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, എൻ്റെ കൂടെ എന്താ എങ്കിൽ പിന്നെ സംഭവിക്കാത്തത് എന്ന് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കും. ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നു, എൻ്റെ ഭാഗ്യം എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരത്തില്ലായിരുന്നു എന്ന്. എന്തുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ന്യായം പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട്? എന്താ കാര്യം? ഞാൻ നല്ല കർമ്മങ്ങളല്ലേ ചെയ്യുന്ന? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിലാണ് ഉള്ളത്. ഇവിടെ എത്ര തന്നെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മേൽ വന്നാലും ഇതിൽ വിക്ടറി നിങ്ങൾക്ക് 100% കിട്ടുക തന്നെ ചെയ്യും. ചില സമയം ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ എന്തായാലും അത് അവസാനിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ ബന്ധങ്ങൾ റിലേറ്റഡായിട്ടും നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട്. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടിലും നെഗറ്റിവിറ്റിയുടെ ആ ഒരു മറ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ 2 രീതിയിലുള്ള പ്രശ്നം, അതായത് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും പ്രശ്നം നിങ്ങൾ നേരിടുന്നു. കാരണം ഒരു വ്യക്തി യോട് വാർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഇമോഷനിലാണ് അവർ വാർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം സൃഷ്ടിക്കാമോ അത് ആദ്യം സൃഷ്ടിച്ച് നിങ്ങളെ വിഷമിപ്പിക്കും. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ അവർ വാർ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതാണ്. ക്യാഷ് വരുന്നത് തടയണം. അതിനാണ് പ്രൊഫഷണൽ ലൈഫിൽ അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അതായത് ഇവർക്കറിയാം ഒരു വ്യക്തിയുടെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ അവർ പതുക്കെ പതുക്കെ അങ്ങ് തകർന്നു പോകും. കാരണം ഈ വ്യക്തിയുടെ ബലമെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വ്യക്തി തകർന്നു പോകത്തുള്ളൂ എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വരുത്താൻ ശ്രമിച്ചത്. രണ്ടാമത്, നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ്. അത് പ്രൊഫഷണൽ ലൈഫിൽ ഒത്തിരി കഠിനാധ്വാനങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇത് ഈ വ്യക്തി കണ്ടു. അപ്പോൾ ഇതിലും എന്തെങ്കിലും ഒരു തകർച്ച നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് നിർത്തുകയുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി. അത് നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നാളെ എനിക്ക് അതിൻ്റെ ആ ഒരു ഫലം ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. കാരണം സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ വർക്കിൽ ഏർപ്പെടുകയാണ് എങ്കിൽ ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ റെസ്റ്റ് എടുക്കാനോ പോലും നിങ്ങൾ ശ്രമിക്കത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത്രമാത്രം ഒരു വർക്കഹോളിക്കായിട്ടുള്ള ആളാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു വ്യക്തി ഇതാണ് ചിന്തിച്ചത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാടില്ല. നിങ്ങൾ ആലസ്യമായിട്ട് ഇരിക്കണം. ജോലിയിൽ കഠിനാധ്വാനമോ ഫോക്കസോ ഏകാഗ്രതയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം നേരിടുന്ന ആളാണ്. പക്ഷേ ഈ 2 കാര്യത്തിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിക്ടറി ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഈ വ്യക്തിയുടെ പ്ലാനിങ് നടക്കത്തില്ല. കാരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു രീതിയിലും മുന്നോട്ട് പോവരുത്, 2 രീതിയിലും തകർന്ന് വിഷമിച്ചിരിക്കണം, സ്റ്റക്കായിട്ടിരിക്കണമെന്നാണ്. ഇവിടെ ഇന്നൊരു വ്യക്തി നിങ്ങളോട് അവരുടെ ആ ഒരു പവർ കാണിക്കുകയാണ്. അതായത് ഏതൊക്കെ രീതിയിൽ നിങ്ങളെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു സമയം, വിലപ്പെട്ട സമയമെല്ലാം ഈ വ്യക്തി കാരണം വേസ്റ്റായി പോകുന്നുണ്ട് എങ്കിൽ നാളെ ഈശ്വരൻ്റെ ആ ഒരു പവർ എന്താണെന്ന് ഈ വ്യക്തി ഉറപ്പായിട്ടും കാണുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ ഉറപ്പായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ പറയും, എനിക്ക് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് എന്ന്. ഇവിടെ അവസരം ഉറപ്പായിട്ടും ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുക്കുന്നുണ്ട്. ആ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ അവർക്ക് നല്ല ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ്, ഇനിയും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന്. അതായത് അവർക്കൊരു അവസരം ദൈവം കൊടുത്തു. ആ ഒരു അവസരത്തിൽ അവർ നന്നാവുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ആരായാലും ഈ വ്യക്തി മുന്നേയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിന്തിക്കുകയാണ് എങ്കിൽ ഇനി ഇവർക്ക് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും അനുഭവിക്കേണ്ടി തന്നെ വരും. കാരണം ഒരു ചികിത്സയിൽ ഒന്നും മരുന്ന് എഫക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും രീതിയിലുള്ള രോഗം, എന്തെങ്കിലും ഉപായം ചെയ്താൽ പോലും മാറാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർക്ക് നേരിടേണ്ടി വരും. എത്ര ആൾക്കാരടുത്ത് പോയി കാണിച്ചിട്ടും അതിലൊരു പരിഹാരം ഇവരെക്കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇനി ഇവർക്ക് അങ്ങോട്ട് നേരിടേണ്ടി വരുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ദൈവം ഇവർക്ക് വാണിംഗ് കൊടുത്തു, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അത് ചെയ്യാൻ പോകരുത് എന്ന്. എന്നിട്ടും വീണ്ടും വീണ്ടും അവർ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരിക്കലും പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് മിറാക്കിളിൻ്റെ ആ ഒരു സമയമാണ്. വലിയ രീതിയിൽ മിറാക്കിൾ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ചിലവ് കൂടുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ ഉണ്ട്, ആ ലോൺ നല്ല രീതിയിൽ അടയ്ക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ചിലവ് കൂടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം ഉണ്ടാവുന്നതാണ്.
അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണിയുടെ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയും നിങ്ങളുടെ ആ ഒരു ലോണെല്ലാം നല്ല രീതിയിൽ അടഞ്ഞു പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലാഭം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു ലാഭം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കത്തില്ല. അതായത് ആരെങ്കിലും നിങ്ങളെ മോശമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ആയിരിക്കും നിങ്ങൾ. അതായത് ആരോടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പക്ഷം പറയാൻ പോകത്തില്ല. ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ പറയാൻ പോകത്തില്ല. ആരും എന്നെക്കുറിച്ച് മോശം ചിന്തിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ വിട്ടുകളയും. അതായത് നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത പറയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് മുമ്പിൽ മാത്രം മതി അത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അതിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വാല്യൂ കൂട്ടുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ല കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നമുക്ക് സംസാരത്തിലൂടെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റും. എത്ര പറഞ്ഞിട്ടും അവർ വീണ്ടും നിങ്ങളെ ആ രീതിയിൽ തന്നെ തെറ്റാണ് നിങ്ങളെന്ന് പറയുന്നെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ മൗനമായിട്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്താണെന്ന്. അവർ പറയുന്നെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുക. ഒരു പ്രാവശ്യം നമ്മൾ പറയുക ഞാൻ തെറ്റുകാരല്ല, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, എന്നിട്ട് അവർ അങ്ങനെയാണ് പറയുന്നെങ്കിൽ പിന്നെ അവരോട് സംസാരിക്കാൻ പോകരുത്. ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രോബ്ലവും ഉറപ്പായിട്ടും ദൂരെ മാറിപ്പോകുന്നതാണ്. നിങ്ങളിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതുവരെ മാരേജ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു എന്നെ കല്യാണം കഴിക്കുന്ന ആൾ എങ്ങനെയായിരിക്കും, എനിക്ക് ചേരുന്ന ആളാണോ എന്നൊക്കെയുള്ള ഡൗട്ടുണ്ട്. അല്ല എങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മാരേജ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ആലോചന നല്ലതായിരിക്കുമോ എന്നൊക്കെ 100 ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇവിടെ എന്തായാലും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറുന്നതാണ്. ഇവിടെ ചില ബന്ധങ്ങൾ താമസിച്ചായിരിക്കും വരുന്നത്. പക്ഷേ താമസിച്ച് വരുന്ന ബന്ധങ്ങൾ വളരെ നല്ലതായിരിക്കും. ഇവിടെ 2 ടീമുകൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണ്. പവർ സംബന്ധിച്ചോ ഇല്ല എങ്കിൽ ഒരാൾ മറ്റൊരാളെ വില കുറച്ച് പറയുന്ന രീതി, ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ പറയുന്ന രീതി, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. 2 ടീമുകൾ തമ്മിൽ വഴക്കിടുകയാണ്. പവറിന് വേണ്ടിയോ അല്ല എങ്കിൽ വേറെ എന്തിനോ വേണ്ടിയോ വഴക്കിടുകയാണ്. അതായത് അവരാണ് വലുത്, നിങ്ങൾ വെറും ചെറിയ ആളാണ്, നിങ്ങൾക്ക് പവറില്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വഴക്ക്. ഇവിടെ ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അവരെപ്പോഴും നിങ്ങളെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ടി വിയിൽ നിങ്ങൾ കാണത്തില്ലേ പാണ്ഡവരെ ആ ഒരു സ്റ്റോറി, ആ ഒരു പാണ്ഡവരുടെ സ്ഥാനത്ത് നിങ്ങളും ആണ് ഉള്ളത്, മറ്റേ കൗരവരുടെ സ്ഥാനത്ത് നിങ്ങളെ ദ്രോഹിക്കുന്ന ആൾക്കാരും. അപ്പോൾ നിങ്ങൾ അത്രമാത്രം അന്യായം സഹിച്ചവരാണ്. അതായത് നിങ്ങളുടെ സ്വന്തം അധികാരത്തിന് വേണ്ടി നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് ന്യായത്തിന് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യേണ്ടി വന്നു. നിങ്ങൾ അത്രമാത്രം ഒരു വിഷമദായകമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. അതായത് കഴിഞ്ഞ ആ ഒരു സമയത്തുണ്ടായ അതേ എനർജിയാണ് നിങ്ങളുടെ ആ ഒരു എനർജിയായിട്ട് മാച്ചാവുന്നത്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം അതേപോലെയാണ് ഇവിടെ 2 ടീമുകൾ, നിങ്ങളും നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും തമ്മിലുള്ള ആ ഒരു യുദ്ധം. അപ്പോൾ ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കെതിരെ ഒരു ടീം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വിക്ടറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ പേരും വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരും അറിയത്തില്ല എന്നാണ്. പക്ഷേ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖംമൂടി എല്ലാവരും അറിയും. ഇയാളുടെ അഹങ്കാരം ഉറപ്പായിട്ടും നശിക്കും. ഇവിടെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതായത് അവരെന്തോ നിങ്ങളിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അതിൻ്റെ അഹങ്കാരം കാണിക്കുകയാണ് നിങ്ങളോട്. കണ്ടോ, ഞാൻ നിങ്ങളിൽ നിന്ന് ഇതെടുത്തു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രമാത്രം അഹങ്കാരം ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈശോ അത് ഒരിക്കലും പൊറുക്കത്തില്ല. ഇവരുടെ അഹങ്കാരം ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളിൽ നിന്ന് എന്തോ എടുത്തിട്ട് നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ എന്തോ ഒന്ന് ഇവർ എടുത്തിട്ട് നിങ്ങൾക്കൊരു മഹത്വവും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഇവർ.
ഈ ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ സംസ്കാരമില്ല, മനുഷ്യത്വമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വ്യക്തി ഇപ്പോൾ നിങ്ങളോട് കൂടി ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കൂ. വരാൻ പോകുന്ന സമയം ഈ വ്യക്തിയുടെ അഹങ്കാരം ഉറപ്പായിട്ടും ഇല്ലാതാവുക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി തെറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മേൽ എപ്പോഴും ഒരു കണ്ണ് വയ്ക്കുക. ഞാനതല്ല പറയുന്നത്, പോയി ചെന്ന് വഴക്കിടാനൊന്നുമല്ല പറയുന്നത്. ഈ വ്യക്തിയുടെ മേൽ ഒന്ന് ശ്രദ്ധ വയ്ക്കുക നിങ്ങൾ. കാരണം ഈ വ്യക്തി നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കിത് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇവരെ ഒന്ന്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് വഴക്കിടാൻ വരും, എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളോട് വഴക്കിടാൻ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. കാരണം ഒന്നും നിങ്ങൾ ചെയ്യാതെ തന്നെ അവർക്ക് അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനൊരു ആക്ഷൻ എടുക്കും. ആ ഒരു ആക്ഷൻ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യും. അതായത് ആ ഒരു സമയം അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് ശരിയായി പോയി ദൈവമേ എന്ന് നിങ്ങൾ പറയും. ഇവിടെ ഒത്തിരി ദോഷാരോപണങ്ങൾ നിങ്ങളുടെ മേൽ കള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിലെല്ലാം ഒരു വിക്ടറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ മേൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും പെട്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന്. അതനുസരിച്ച് നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളുടെ ആ ഒരു ദൈവമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാനിങ്ങിൽ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. കാരണം നിങ്ങൾക്ക് പല പ്രാവശ്യവും പരാജയമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വച്ചിരിക്കുകയാണ്. ദൈവം തീരുമാനിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന്, എന്ത് നടക്കണ്ട എന്നും എന്നുള്ള രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതം. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ എല്ലാം നോക്കുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അതായത് എൻ്റെ ജീവിതം അങ്ങ് നോക്കിക്കോളൂ, അങ്ങ് എൻ്റെ എല്ലാമാണ് എന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. കാരണം ആൾക്കാർ നിങ്ങൾക്കെതിരെ ഒത്തിരി ഷഡ്യന്ത്രങ്ങൾ രചിക്കുന്നു, പക്ഷെ നിങ്ങൾ അത്രത്തോളം എക്സ്പെർട്ടല്ല അവരെ പോലെ. അതുകൊണ്ട് അങ്ങ് തന്നെ എല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കാൽക്കൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചൊക്കെയാണ് നിങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീരുമാനിക്കും ആർക്ക് എന്ത് കൊടുക്കണമെന്ന്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആശീർവാദം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ ജീവിതം വളരെ ഭദ്രമാണ്. ഈ ഒരു കാര്യം മാത്രം വിചാരിച്ചാൽ മതി, നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.